എല്ലാവർക്കും ഹായ്. അപ്പോൾ മണിരത്നം, AR റഹ്മാൻ, കമൽ ഹാസൻ, ഈ ലെജൻഡറി ആയിട്ടുള്ള ഈ മൂന്ന് പേരുടെ കോമ്പിനേഷൻ കൊണ്ട് എന്തോ ഒരു അത്ഭുതം സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു തഗ് ലൈഫ് എന്നുള്ള സിനിമ ഇന്ന് തിയേറ്ററിൽ വന്നപ്പോൾ കാണികൾക്ക് ഉണ്ടായിരുന്നത്. ഞാനും കാണാൻ പോയി തഗ് ലൈഫ്. ഞാനും വളരെയധികം കൊതിക്കുന്ന, അതായത് ഇവർ മൂന്ന് പേരും ഒരു 90s സമയത്തുള്ള 2000 ആ കാലഘട്ടത്തിൻ്റെ ഒരു റയർ കോമ്പിനേഷനാണ്. ഇന്നത്തെ എത്ര പേർക്ക്, ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്ക് അവരുടെ ആ ഒരു വില എത്രത്തോളം അറിയുമെന്നറിയില്ല. അപ്പോൾ തഗ് ലൈഫ് കാണാൻ പോയി. തഗ് ലൈഫിൽ നിന്നും ഞാൻ ഇവരുടെ കോമ്പിനേഷനിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, തഗ് ലൈഫ് കണ്ടു. തഗ് ലൈഫ് ഏതാണ്ടൊരു 2:47 3 മണിക്കൂറോളം ഇൻ്റർവെല്ല് ഉൾപ്പെടെ ഒരു 3 മണിക്കൂർ ലെങ്ത് വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നല്ലൊരു ലെങ്തുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിന് മാത്രമുള്ള എന്തെങ്കിലും ഈ സിനിമയ്ക്കകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ, സിനിമ ഒരു ഓർഡിനറി കഥ ബേസ് ചെയ്തുള്ള സംഭവമാണ്. ഒരു ഗാങ്സ്റ്റർ, തഗ് ലൈഫ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്, ഒരു ഗാങ്സ്റ്റർ വേൾഡ്, അതിനെപ്പറ്റിയുള്ള ഒരു പരസ്പരം പോരടിക്കുന്ന ഒരു കുറേ ഗുണ്ടകളുടെ ഒരു സെറ്റപ്പാണ്. കഥ നടക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ മാത്രം നടക്കുന്ന കഥയാണ്. അപ്പോൾ ഒരു ഗുണ്ട ഗ്യാങ്ങിൻ്റെ കഥയാണ്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഫാമിലി, കുറച്ച് ലവ്, കുറച്ച് ഇമോഷൻസ്, ഇതെല്ലാം കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഒരു സാധാരണ കഥയാണ്. കഥയിൽ യാതൊരു പുതുമയും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥയാണ്. പിന്നെ മണിരത്നത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ സ്റ്റൈല്, അത് എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എന്ന് പറയുന്നത് മണിരത്നത്തിൻ്റെ സിഗ്നേച്ചർ പതിഞ്ഞ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. മണിരത്നത്തിൻ്റെ ഫാനായിട്ടുള്ള, മണിരത്നത്തിൻ്റെ ആരാധകരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവർക്കൊരു പക്ക എക്സ്പീരിയൻസ് ആണ്. അത് ഏതാണ്ട് ഒരു 90s 2000 ആ പഴയ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ആ ഒരു കോമ്പിനേഷൻ. ഒരിക്കലും പൊന്നിയിൻ സെൽവൻ എനിക്ക് ഒട്ടും തൃപ്തി തന്ന ഒരു സിനിമയല്ല. ആ ഒരു ടൈപ്പ് സിനിമയാണ് എന്ന് വിചാരിക്കേണ്ട. അവിടെ പുള്ളിക്കാരൻ്റെ റേഞ്ച് അല്പം താന്നിട്ടുണ്ട്. പക്ഷേ ഇത് പുള്ളിക്കാരൻ വീണ്ടും ഈ ഏജിൽ പോലും ഇങ്ങനെ ഒരു കഥയും ഇങ്ങനെ കുറേ സീൻസും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവ്, ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് ഞാൻ സമ്മതിച്ചു. മണിരത്നം മൂവി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ കഥ ഒരു ഓർഡിനറി കഥയാണ്, ഒരു റിവെഞ്ച് സ്റ്റോറി, പിന്നെ ഫാമിലി, ഇമോഷൻ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഉള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, പ്രഡിക്റ്റബിൾ കഥയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഇൻ്റർവ്യൂവിൽ തന്നെ ക്ലൈമാക്സ് എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പ്രത്യേകതരം സംഭവങ്ങളൊക്കെ കേട്ടും. ഇനി ഓരോരുത്തരുടെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കമൽ ഹാസൻ, ചിമ്പു, അഭിരാമി, തൃഷ, ഇവരൊക്കെയാണ് പ്രധാന റോളുകൾ. ഇതിൽ ആരും തന്നെ സ്പെഷ്യലായിട്ടൊരു പ്രകടനം കാഴ്ചവെച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാവരും ഓർഡിനറി ആയിട്ട് തന്നെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ എല്ലാവരും ഒരു തണുപ്പൻ പെർഫോമൻസാണ്. കമൽഹാസൻ ശരിക്കും പുതിയതായി ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരനെ എന്തെങ്കിലും ഒരു അവതരിപ്പിക്കാൻ ഒരു സ്പെഷ്യൽ ഒരു മൊമെൻറ്റ് ആ സിനിമയ്ക്ക് അതില്ല. ഒരു പതിവ് ശൈലി തന്നെ ഫീൽ ചെയ്തു. മൊത്തത്തിലൊരു മടുപ്പിക്കുന്ന അനുഭവമാണ് ഫീൽ ചെയ്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇന്ത്യൻ 2 കഴിഞ്ഞ് ഇങ്ങനെ ഫീൽ ചെയ്തു. അദ്ദേഹം തന്നെയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. പിന്നെ ചിലംബരശൻ സാധാരണ ഓവർ ആക്ടിങ്ങിൻ്റെ ഒരു പാർട്ടിയാണ്. ഇത്തവണ വളരെ നീറ്റായിട്ട് ഡയറക്ടർ പിടിച്ച് കെട്ടി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും കുറ്റം പറയാനില്ല. പിന്നെ ബാക്കി ആരും, പിന്നെ വേറെ കുറേ ആളുകളുണ്ട്. നമ്മളെ ജോജു ഒക്കെ ഉണ്ട്. ജോജു ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് കലക്കിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോജു റെട്രോയിലും ഇതിലും സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ തൃഷയാണ് സിനിമയിലെ ഏറ്റവും അനാവശ്യ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം വെറും ചന്തം കാണിക്കാൻ വേണ്ടി മാത്രം സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്. ചന്തമുണ്ട്, നമ്മളെല്ലാവരും സമ്മതിച്ചു. അത് ശാലീന സൗന്ദര്യമാകാം, വശ്യ സൗന്ദര്യമാകാം. പല സിനിമയിൽ പല തരത്തിൽ ഇത് പ്രകടിപ്പിച്ച് കോടികൾ നേടുന്ന ഒരു നടിയായി മാറിയിരിക്കുകയാണ്. ഒരു വർക്കും ചെയ്യാതെ ചന്തം കാണിച്ച് മാത്രം, മേക്കപ്പ് ഇട്ടുകൊണ്ട് മാത്രം കോടികൾ സമ്പാദിക്കുന്ന ഒരു നടി. വെറും വേസ്റ്റ് റോൾ, ഒരു ആവശ്യമില്ലാതെ കുത്തിക്കയറ്റിയ ഒരു കഥാപാത്രം. ഒരു പെണ്ണിൻ്റെ കുറവുണ്ട് എന്ന് തോന്നാതിരിക്കാൻ നമുക്ക് വേണ്ടി തന്ന ഒരു ട്രീറ്റ്, ഒരു ഫീമെയിൽ ട്രീറ്റ് എന്നേ പറയാനുള്ളൂ. കഥയിൽ മൊത്തം ഒരാവശ്യമില്ല. പിന്നെ ഒന്നാം പകുതി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒന്നാം പകുതി നല്ലൊരു ഇതായിരുന്നു. കഥ ഓർഡിനറിയാണ്, ഞാൻ പറഞ്ഞല്ലോ. കഥയിൽ ഒന്നും പുതിയതായി അവകാശപ്പെടാനില്ല, പക്ഷെ നല്ല എൻജോയബിൾ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ നല്ല ലാഗ് ഫീൽ ചെയ്തു. അങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. എങ്കിൽ പോലും ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി പടത്തിനെ കൊണ്ട് ലാഗ് ചെയ്യിപ്പിച്ച് വളരെ സ്ലോ ആക്കി കൊണ്ടുപോയി. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം, ബോറടിച്ചു. സെക്കൻഡ് ഹാഫ് നല്ല ബോറടിച്ചു. പിന്നെ ക്ലൈമാക്സ് കൊള്ളാമായിരുന്നു, സാധാരണ സംഭവമാണെങ്കിലും കൊള്ളാമായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഫാമിലി എല്ലാം കയറ്റിയിട്ടുണ്ട്. ബ്രദർ, സിസ്റ്റർ, വൈഫ്, ഹസ്ബൻഡ്, പിന്നെ കാമുകൻ, കാമുകി, അവിഹിത ബന്ധം,
എല്ലാ പരിപാടിയും ഉണ്ട്, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഈ 3 മണിക്കൂർ അടുപ്പിച്ചുള്ള ലെങ്ത് 165 മിനിറ്റാണ് റണ്ണിങ് ടൈം. അത് വളരെ കൂടുതലാണ് ഈ സിനിമയ്ക്ക്. ഇങ്ങനെ ഒരു കഥയ്ക്ക് ഇത്രത്തോളം ലെങ്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ടോട്ടലി പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഞാൻ നല്ല എൻജോയ് ചെയ്തു. എനിക്ക് ആ ലാഗ്, അതായത് ആ ഒരു ഇഴച്ചിൽ ഒഴികെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സിനിമ വീണ്ടും ചുരുക്കി ഒരു 2.5 മണിക്കൂറോ വല്ലതാക്കിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നനെ. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നനെ. ആ ഒരൊറ്റ കുറവ് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ടെക്നിക്കലി എൻ്റെ അമ്മ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ടെക്നിക്കലി അത് ക്യാമറ വർക്കായാലും സൗണ്ട് മിക്സ് ആയാലും എന്തായാലും എല്ലാ ടെക്നിക്കൽ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. പുതിയ കാലഘട്ടത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ടെക്നിക്കൽ എഫക്ട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ആക്ഷൻ ആയാലും എല്ലാ സാധനവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് മിക്സൊക്കെ, അറ്റ്മോസൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ഇങ്ങനെ കറങ്ങി കേൾക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ AR റഹ്മാൻ്റെ പാട്ടുകൾ ആവറേജും BGM അടിപൊളിയുമായിരുന്നു. കിടില BGM ആണ്. BGM പ്ലസ് ആ സൗണ്ട് മിക്സ് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അടിപൊളി. പിന്നെ കമലഹാസൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരമാണ് കമലഹാസന്. ബാക്കിയുള്ളവരൊന്നും വലിയ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. വീണ്ടും കാണാമെന്ന് വെച്ചാൽ കാണാം, പക്ഷെ ആ ഒരു ഇഴച്ചിൽ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അതാണ് തഗ് ലൈഫ്. മണിരത്ന ഫാൻസിന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടാനുള്ള എല്ലാ കാര്യവും ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ എൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. വെറുതെ കണ്ട് ഒരു ബ്ലണ്ടായിട്ടുള്ള ഒരു എൻഡിങ് അല്ല, കുറച്ച് നല്ലൊരു എൻഡിങ് ആണ്. അതും ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ തഗ് ലൈഫ് എൻ്റെ കണ്ണിൽ നല്ലൊരു സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തു. ടെക്നിക്കലിയും അല്ലാതെയും എൻജോയ് ചെയ്തു.